Hi all, welcome to this session. So in this session we are going to learn Fourier integral theorem. So the theorem is widely used to decompose the non-sinusoidal periodic function into harmonic components whose frequencies range over a continuous set of values. It is widely used to derive Fourier transform also. Let's move to the topic. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. States that if a function f of x is a non-sinusoidal periodic function, it can be expressed in the form f of x equal to 1 by pi integral 0 to infinity to integral minus infinity to plus infinity to f of t cos u t minus x dt du. ഇതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞത്. നമുക്ക് നോൺ സൈനുസോയ്ഡൽ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഹാർമോണിക് കമ്പോണൻസിനെ ചെക്ക് ചെയ്യാം. സോ ഇതൊരു ഇന്നർ പ്രോഡക്റ്റ് ആണ്. ഈ കോസ് കമ്പോണൻറ്റ് കൊണ്ട് ആ ഫംഗ്ഷനെ ഇന്നർ പ്രോഡക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. വി നീഡ് ടു പ്രൂവ് വി ക്യാൻ എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ഇൻ ദിസ് ഫാഷൻ. സോ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് ദി ഫോർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഫോർ എനി ഇൻ്റർവെൽ മൈനസ് സി ടു പ്ലസ് സി നമുക്ക് എഫ് ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് sigma n equal to 1 to infinity an cos n pi x by c plus sigma n equal to 1 to infinity bn sin n pi x by c. So this is the general expression for f of x. Here we know a0, an and bn are coefficients. ഇവിടെ നമ്മൾ a0യുടെയും anൻ്റെയും bnൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നു. we know what is a0. ഇവിടെ a0 equal to 1 by c integral 0 to 0 integral minus c to plus c f of x dx എന്നാണ്. ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ദ വേരിയബിൾ എക്സ് ടു ടി. അതുകൊണ്ട് തന്നെ ഇതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂവിന് വ്യത്യാസമില്ല. അതുകൊണ്ട് മൈനസ് സി ടു പ്ലസ് സിക്ക് പകരം ഐ എം ജസ്റ്റ് ചേഞ്ചിങ് എഫ് ഓഫ് ടി ഡി ടി. എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയാലും എഫ് ഓഫ് ടി ഡി ടി ആയാലും ദ ആൻസർ ഇസ് സെയിം. എഫ് ഓഫ് ടി ഡി ടി. ഇതുപോലെ തന്നെ എ എന്നും ബി എന്നും നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതുപോലെ a0യും an-ഉം bn-ഉം നിങ്ങൾ എഴുതുക. എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ സിക്ക് പകരം എഫ് ഓഫ് ടി കോസ് എൻ പൈ ടി ബൈ സി ഡി ടി. ഇനി നേരെ ഇതിനെ കൊണ്ടുവന്ന് ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a0യും an-ഉം bn-ഉം ഈ ഒരു എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്ത് നോക്കിക്കേ. സോ ഇറ്റ് ബിക്കംസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 അതിന് പകരം 1/2c 1/2c integral minus c to plus c f of t dt. Minus c to plus c integral minus c to plus c f of t dt. Then next plus sigma n equal to 1 to infinity a ന് പകരം 1 by c integral minus c to plus c f of t cos n pi t by c. പിന്നെ ആരുണ്ട് അവിടെ? കോസ് എൻ പൈ എക്സ് ബൈ സി ഉണ്ട്. കോസ് എൻ പൈ എക്സ് ബൈ സി ഡി. അതുപോലെ ഈ ടേമും എഴുതുക. അപ്പം ഈ രീതിയിൽ കിട്ടിക്കാണും. ബി എനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
ഇവിടെ എഫ് ഓഫ് ടി നമ്മൾ കോമൺ ആയിട്ട് ഈ രണ്ട് ഇൻ്റഗ്രലിലുണ്ട്, 1/c ഉണ്ട്. സോ ഈ രണ്ട് ടേമിനെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ cos n pi t by c cos n pi x by c plus sin n pi t by c sin n pi x by c dt എന്ന് കിട്ടും, which is of the form cos a cos b plus sin a sin b, which is nothing but cos a minus b. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ f of x equal to 1/2c integral minus c2 plus c f of t dt plus ഇവിടെ സിഗ്മ n equal to 1 to infinity 1/c is a common two terms, 1/c. അടുത്തത് integral minus c2 plus c f of t ബാക്കി കോമൺ ടേംസിന് എഴുതാം. f of t cos n pi t by c cos n pi x by c plus sin n pi t by c sin n pi x by c d. സോ ഇതിനെയാണ് ഞാൻ പറഞ്ഞത് cos a cos b plus sin a sin b. അപ്പോൾ നമുക്ക് കിട്ടുന്നത് cos a minus b എന്നായിരിക്കും. അപ്പം ഇത് നമുക്ക് കിട്ടുന്ന ഉത്തരം cos, ഈ ടേമിന് വരും cos a minus b, it is n pi by c into t minus x, n pi by c into t minus x എന്ന് വരും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് എഴുതിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കാണും 1/c integral minus c to c f of t cos n pi by c t minus x dt. ഇതിൽ നമ്മൾ അടുത്ത എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എടുത്തു. സോ എഫ് ഓഫ് ടി ഇൻറ്റു, അതായത് 1/2c രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എടുത്തു, ഇൻ്റഗ്രൽ മൈനസ് c2 പ്ലസ് c എഫ് ഓഫ് ടി ഇൻറ്റു 1 പ്ലസ് ഇവിടെ 1/2c 1/2 കൂടെ വന്നതുകൊണ്ട് 2 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി cos n pi by c t minus x dt. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു കുഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് there is a term 1 plus 2 sigma n equal to 1 to infinity cos n pi by c t minus x. ഇതിനെ നമുക്ക് ഒരു രീതിയിൽ എഴുതാൻ പറ്റും, കാരണം we know cos minus theta equal to cos theta, ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ 1 to infinity എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആക്കിയാൽ മതി. കാരണം 1 to ഇൻഫിനിറ്റിവിൻ്റെ എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും ആ വാല്യൂ. പിന്നെ ആരും കൂടെ ഉണ്ട്, 1 ഉണ്ട്. ആ 1 n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരുമ്പോൾ n ഈക്വൽ ടു 0 ആവുന്നുണ്ട്. ആ 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 1 കിട്ടും. അപ്പോൾ 1 plus 2 sigma n equal to 1 to infinity cos n pi by c t minus x എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഇത് സിഗ്മ n equal to minus infinity to plus infinity cos n pi by c t minus x, n pi by c t minus x ആണ്. കാരണം ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 2 into sigma n equal to 1 to infinity 1 to infinity വരുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും തിരിച്ച് മൈനസ് ഇൻഫിനിറ്റി കേസിലേക്ക് വരുന്നത്. പിന്നെ അവിടെ n ഈക്വൽ ടു 0 വരുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ, അത് 1 ആയിട്ട് മാറുകയും ചെയ്യും. ഇതൊന്നും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ 2 becomes f of x equal to 1/2c f of x equal to 1/2c integral minus c2
plus c minus c2 plus c f of t ആ 1 പ്ലസ് എന്നുള്ളതിന് പകരം സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കോസ് n പൈ ബൈ സി ടി മൈനസ് എക്സ് അപ്പോൾ ആ 1 പ്ലസ് 2 എന്ന് പറഞ്ഞ ടേമിന് വരും സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കോസ് n പൈ ബൈ സി ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ടി ആയിട്ട് മാറും. ഇവിടെയും നമ്മൾ ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു 1 ബൈ പൈ അല്ലെങ്കിൽ പൈ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പൈയെ മൾട്ടിപ്ലൈ ചെയ്യുക, പൈ ഡിവൈഡ് ചെയ്യുക. സോ ഈക്വൽ ടു 1 ബൈ 2 പൈ സിയെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോകാം. സോ 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ മൈനസ് c2 പ്ലസ് സി എഫ് ഓഫ് ടി. അല്പം ഒന്ന് റീഅറേഞ്ച്മെന്റിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമാണ്. എഫ് ഓഫ് ടി ബാക്കി ഞാൻ പറഞ്ഞു. ഒരു ഇവിടെ കിടക്കുന്ന സി, ഈ സിയെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ പൈ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു പൈ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ടൈം അവിടെ പൈ ബൈ സി ആയിട്ട് വന്നു. പൈ ബൈ സി സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കോസ് n pi by c cos n pi by c t minus x dt. അപ്പം എന്താ ചെയ്തുള്ളൂ, സിയെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരു പൈ മൾട്ടിപ്പിൾ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. സോ ഇക്വേഷൻ 3. ഇവിടെയും നമ്മൾ ഇനി അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്, ഒരു അസംഷനിലേക്ക് പോവുകയാണ്. വി ആർ ജസ്റ്റ് അസ്യൂമിങ് ദാറ്റ് c increases to infinity. സി എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിലേക്ക് മാറുന്നു. ഓർ സി ഇൻക്രീസസ് ഇൻഡെഫിനിറ്റ്ലി, ഒരു ലാർജ് വാല്യൂയിലേക്ക് സി മാറുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ n പൈ ബൈ സിക്ക് പകരം നമുക്ക് യു എന്ന് പറയുന്നൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. n പൈ ബൈ സിക്ക് പകരം യു എന്ന് പറയുന്ന വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം പൈ ബൈ സിയുടെ n ടൈംസ് ആണ് യു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് പൈ ബൈ സി? അതിൻ്റെ ഏറ്റവും ചെറിയ കമ്പോണൻറ്റ് പൈ ബൈ സി എന്ന് പറയുന്നത് വി ക്യാൻ കോൾ ഇറ്റ് എസ് എ സ്മോൾ ചേഞ്ച് ഇൻ യു വിച്ച് ഇസ് ഡി യു. അപ്പോൾ പൈ ബൈ സിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി യു എന്ന് കൊടുക്കാം. അപ്പം n ടൈംസ് പൈ ബൈ സിക്ക് ഞാൻ യു എന്ന് കൊടുക്കുന്നു, പൈ ബൈ സിക്ക് പകരം ഞാൻ ഡി യു എന്ന് കൊടുക്കുന്നു. സോ ദിസ് അസംഷൻ, നമ്മൾ അങ്ങനെ ഒരു അസംഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു സി എന്തിലേക്ക് പോവുകയാണ്, ഇൻഡെഫിനിറ്റ് വാല്യൂയിലേക്ക് പോവുകയാണ്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് സി ടെൻസ് ടു ഇൻഫിനിറ്റി, the term inside the bracket pi by c sigma n equal to minus infinity to plus infinity cos n pi by c cos n pi by c t minus x cos n pi by c t minus x എന്ന് പറയുന്ന ആൾ. നമ്മൾ സി ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ നമ്മൾ വന്ന അസംഷൻ ഇവിടെ കൊടുക്കുക. സി ഇൻക്രീസസ് എൻ പൈ ബൈ സിക്ക് പകരം യു കൊടുക്കുന്നു, പൈ ബൈ സിന് പകരം ഡി യു കൊടുക്കുന്നു. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ദി ഇൻ്റഗ്രൽ. സോ ഇതിന് പകരം നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ എടുക്കാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതിൻ്റെ ഉത്തരം കോസ് യു ടി മൈനസ് എക്സ് പൈ ബൈ സിക്ക് പകരം ഡി യു. അതായത് സി ഇൻഫിനിറ്റിയിലേക്ക് മാറി ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈ ഫംഗ്ഷനെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഈ ഒരു വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 3ലേക്ക് ഇതിനെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x equal to 1 by 2 pi integral minus infinity to plus infinity integral minus infinity to plus infinity f of t
our integral minus infinity to plus infinity to cos u t minus x du. Since cosine is an even function, നമുക്ക് അതിനെ 2 into integral 0 to infinity എന്ന് മാറ്റാം. അപ്പം ആ ടേമിന് പകരം 2 into integral 0 to infinity cos u t minus x cos u t minus x du dt. So നമുക്ക് കിട്ടി. So this is a Fourier integral theorem. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് rearrange ചെയ്യുക, 2 cancel ചെയ്യും, so that we can write this one as f of x equal to 1 by pi integral. Here you can see 0 to infinity is for the variable u and minus infinity to plus infinity is for the variable t. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. So f of x equal to 1 by pi integral 0 to infinity integral double integral minus infinity to plus infinity f of t cos u t minus x cos u t minus x. അപ്പോൾ ഫസ്റ്റ് ഇന്റഗ്രൽ 0 to infinity ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിക്ക് നമ്മൾ വരുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് dt ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ദിസ് വൺ ആസ് dt du. സോ u എന്ന് പറയുന്ന വേരിയബിളിനാണ് 0 to infinity. സോ ഹെൻസ് we can prove the theorem, and the theorem is proved. So this is called Fourier integral theorem. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോൺ സൈനുസോയിഡൽ പീരിയോഡിക് ഫംഗ്ഷന്റെ ഹാർമോണിക് കമ്പോണൻസ് ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് Fourier sine and cosine integral. Fourier sine and cosine integral, ഇതിന്റെ ബാക്കിയാണ് we learn Fourier integral. Depending on whether the function f of t is odd or even, we will get Fourier sine and Fourier cosine integral. എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടെ ഇത് എഴുതാം. We have the relation f of x equal to 1 by pi integral 0 to infinity minus infinity to plus infinity f of t cos u t minus x dt du. ഈ cos u t minus x നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ cos u t minus x എന്ന് പറഞ്ഞാൽ cos u t minus x equal to cos ut, which is എങ്ങനെയാ വരുന്നത്, cos a minus b, cos a plus cos b. So cos ut cos ux അല്ലേ, സോറി, cos ut minus ux, cos ut minus ux. So we wrote cos ut minus x equal to cos ut minus ux. So this is of the form cos a minus b. This is of the form cos a minus b. What is cos a minus b? Cos a cos b plus sin a sin b. അങ്ങനെയാണെങ്കിൽ cos u t minus x ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, cos a minus b equal to cos a cos b plus sin a sin b. So cos a cos b plus sin a sin b. Sin a sin b. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ മാറും, f of x equal to എന്താണ് 1 by pi integral 0 to infinity integral minus infinity to f of t cos u t minus x dt du ന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 by pi integral 0 to infinity integral minus infinity to plus infinity f of t എന്ത് എഴുതുക, cos ut cos ux plus sin ut sin ux sin ut sin ux dt du dt du.
dt du. ഓക്കെ, ഇവിടെ വെച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യാൻ പോകുന്നത് വെൻ എഫ് ഓഫ് ടി ഈസ് ഓഡ്. എഫ് ഓഫ് ടി ഓഡ് ആണെന്നിരിക്കട്ടെ. വെൻ എഫ് ഓഫ് ടി ഈസ് ഓഡ്, നിങ്ങൾക്കറിയാം ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ഈസ് ഓഡ്. അപ്പം എഫ് ഓഫ് ടി കോസ് യു ടി കോസ് യു എക്സ് ഡി ടി ഡി യു സീറോയിലേക്ക് പോകും. കാരണം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സീറോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത വരുന്ന ഏതേ ഉള്ളൂ, ഓഡ് ഇൻറ്റു ഓഡ്, അതായത് ഈ ടേം മാത്രമേ നിൽക്കത്തുള്ളൂ. അത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ടു ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റിയിലേക്ക് മാറും. സോ വെൻ ദ ഫംഗ്ഷൻ ഈസ് ഓഡ് വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സോ 2 ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി വരുന്നതിന് പകരം 2 ബൈ പൈ ഇന്റഗ്രൽ 2 ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ യു എക്സ് ഡി യു. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാത്രം. സൈൻ യു എക്സ് ഡി യു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ യു ടി ഡി. എഫ് ഓഫ് ടി സൈൻ യു ടി ഡി. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫൊറിയർ സൈൻ ഇന്റഗ്രൽ. ഇതിനെയാണ് നമ്മൾ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത് വെൻ ദി ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഓഡ്. അപ്പം ഈ സമയത്ത് ഈ ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ എങ്ങനെ വരും, എഫ് ഓഫ് ടി കോസ് യു ടി എന്ന് വരും. ഓഡ് ഇൻറ്റു ഓഡ്, ഇറ്റ് ഈസ് ഓഡ് ഇൻറ്റു ഈവൻ, ഓഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അവിടെ സീറോ ആവും. അപ്പോൾ ഈ ഒരു ടൈം മാത്രമേ നിൽക്കും. അതുപോലെ എഫ് ഓഫ് ടി ഈവൻ ആകുമ്പോഴും, എഫ് ഓഫ് ടി ഈവൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും, വെൻ എഫ് ഓഫ് ടി ബിക്കംസ് ഈവൻ എന്ത് സംഭവിക്കും, യു വിൽ ഗെറ്റ് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ. എങ്ങനെ ആയിരിക്കും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അപ്പോൾ ഏത് ടൈം പോവും, ഈവൻ ഇൻറ്റു ഈവൻ ഇത് നിൽക്കും. സോ ഈവൻ ഇൻറ്റു ഓഡ് ഇവൻ പോവും. അപ്പം കോസ് യു ടിയുടെ ടൈം മാത്രമേ നിൽക്കത്തുള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി. അവിടെ നമുക്ക് വരുന്നത് കോസ് യു എക്സ് അല്ലേ, കോസ് യു എക്സ് ഡി യു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി cos ut dt, and this is the Fourier cosine integral when the function f of t is even. So this is the Fourier cosine integral. So ഇതാണ് Fourier integral theorem. അത് നമ്മൾ Fourier integral എടുത്തു, Fourier sine integral എടുത്തു, and Fourier cosine integral എടുത്തു. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഫൊറിയർ ഇന്റഗ്രൽ എന്താണ്, ഫൊറിയർ സൈൻ ഇന്റഗ്രൽ എന്താണ്, കൊസൈൻ ഇന്റഗ്രൽ എന്താണ്. ഇത് വളരെ നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് ഇനി അടുത്ത സെഷനിൽ ഫൊറിയർ കോംപ്ലക്സ് ഇന്റഗ്രൽ നോക്കാം. ദെൻ വി വിൽ ഡു സം പ്രോബ്ലംസ്. താങ്ക് യു.